എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചിരിച്ചെന്ന് കമൻറ്റ് ബോക്സിൽ എനിക്ക് അറിയിച്ചു ചിപ്സ് കഴിച്ചതിൻ്റെ. അപ്പോൾ ചിപ്സ് കഴിച്ചിട്ട് നിങ്ങൾ ചിരിച്ചാലും ഞങ്ങൾ കരയാണ് ചെയ്തത്. കാരണം ആ ഒരു ദിവസം ശരിക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തെന്നറിയാം. അപ്പോൾ ഞാനിപ്രാവശ്യം ഉള്ളത് തൃശ്ശൂരാണ്. ഞാൻ ഇപ്പോൾ തൃശ്ശൂർ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഫുഡ് സംബന്ധമായിട്ട് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് വുമൻസ് ഫുഡ് കോർട്ടിലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ പങ്കുവെക്കാനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മാസ്കും ഗ്ലൗവും ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, മാസ്ക്, ഗ്ലൗവ്, സേഫ്റ്റി കറക്റ്റാണ്. ഈ ഒരു കൊറോണ കാലത്ത് ശരിക്കും നമ്മളത് അവർ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ നമ്മളത് അനുസരിച്ചിട്ട് നമ്മൾ മാസ്കും അതുപോലെ തന്നെ ഗ്ലൗ ഇടാൻ വേണ്ടി പോകണം. അപ്പോൾ വുമൻസ് ഫുഡ് കോർട്ടിലെ
വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെച്ചത്. അപ്പോൾ നമ്മളിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുന്നായിട്ട് നിങ്ങൾ അവരുണ്ടാക്കുന്ന പുട്ടും അതുപോലെ തന്നെ ദോശയും വെള്ളപ്പയും പിന്നെ അതുപോലെ തന്നെ റൊട്ടി എന്താ പറയുക പൊരിച്ച റൊട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സംഭവങ്ങൾ. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ 2-3 സ്ഥലങ്ങൾ നമുക്ക് പോകാനുണ്ട്, അവിടെ വിശേഷങ്ങൾ പങ്കിടാനുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വുമൻസ് ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഇവിടെ പുട്ട്, കടല, അതുപോലെ തന്നെ വെള്ളപ്പം, ദോശ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ പൊരിച്ച റൊട്ടി ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ. അതുകൂടാതെ തന്നെ ഒരു 10 മണിക്ക് ശേഷം ഇവിടെ കഞ്ഞിയുണ്ട്. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ് കഞ്ഞിക്ക്, പക്ഷെ നല്ല തിരക്കുള്ള കട കേട്ടോ കഞ്ഞിയുടെ. അപ്പോൾ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപാട് ഉപ്പേരിയും കാര്യങ്ങളും പപ്പടയും മീൻ വറുത്തതും അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള കഞ്ഞിയുടെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വെജ്, നോൺ വെജ് അങ്ങനത്തെ ഒക്കെ 2-3 സെക്ഷൻ ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. ജ്യൂസ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ചായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 9 മണി ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഇന്ന് നമ്മൾ പുട്ടും കടലയും ആ പൊരിച്ച റൊട്ടിയും കുറച്ച് വെള്ളപ്പം അതിനോടനുബന്ധിച്ചുള്ള കറിയും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഓർഡർ ചെയ്യാൻ അവർ എത്തിയിട്ടില്ല, അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളതിൽ കിടക്കാം. അപ്പോൾ നമ്മളിവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ആ പുട്ടും കടലും അത് 2 പ്ലേറ്റ്, പിന്നെ അതിനോടൊപ്പം തന്നെ പൊരിച്ച റൊട്ടി ഉണ്ട്, ആ റൊട്ടിയും പോകുന്നപ്പോൾ നമുക്ക്. അതുപോലെ തന്നെ വെള്ളപ്പത്തിലേക്ക് എന്താ കറിയില്ലേ? കടലക്കറി തന്നെയല്ലേ. അപ്പോൾ വെള്ളപ്പം മുട്ടക്കറി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, നമുക്ക് പുട്ട് തന്നോ, പുട്ടും കടലും ചായയും, പിന്നെ ആ പൊരിച്ച റൊട്ടി ഉണ്ടല്ലോ, പത്തിരി ആണല്ലേ. ആ പത്തിരിയും പോന്നോട്ടെ, 2 പേർക്കുള്ള. ചായ പോന്നോട്ടെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടെ നല്ല ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടാവും, കുക്കർ അടിക്കണതിൻ്റെ. ഉച്ചക്കത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക അവിടെ, അതുകൊണ്ടാണ് ആ കുക്കർ അടിക്കുന്ന ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കുന്നത് രാവിലെ ആയതുകൊണ്ട് പുട്ടും കടലയാണ്, പക്ഷേ ഇവിടെ ഒരുപാട് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുട്ടും കടലും കഴിക്കുക. നല്ല ചൂടുള്ളതാണ് കേട്ടോ, ഒക്കെ ലൈവാണ്. നമ്മൾ വെള്ളപ്പായാലും പുട്ടായാലും ഒക്കെ ലൈവാണ്. മസാല ദോശ, സാധാ ദോശക്കായാലും ഒക്കെ ലൈവായിട്ടാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂട് കൊടുക്കണേ ഓർഡർ ചെയ്തനുസരിച്ചിട്ടാണ് ഇവർ ഇവിടെ കൊടുക്കുക. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, ശരിക്കും പഴയ ഒരു രീതിയിലാണ് ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മുറം, അതുപോലെ തന്നെ തനി നാടൻ സ്റ്റൈലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടൂട്ടാ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ആയിട്ട് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്, അറിയില്ലേ? അവിടെ ഓക്കെ. പുട്ടും കടലയും റൊട്ടി എന്നല്ല പത്തിരി എന്ന് പറഞ്ഞാൽ പത്തിരി, പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടും കടലയും പൊരിച്ച പത്തിരി അതുപോലെ തന്നെ ചായയും നമ്മൾ ഓർഡർ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല ചൂടുള്ള ഉണ്ടാകും, നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കാം. ചൂടുള്ള ശരിക്കും പറഞ്ഞതല്ലേ, ചൂടുള്ള പുട്ടാണ് നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ ഇല്ല. ഇതിലേക്ക് ആ ചൂടുള്ള കടലക്കറി മുകളിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ ചൂടുള്ള പുട്ടും ചൂടുള്ള കടലും അടിപൊളി. ചൂടുള്ള പുട്ടും ചൂടുള്ള കടലയും പറയേണ്ട ആവശ്യമില്ല, പുറത്ത് നല്ല മഴയും, അടിപൊളി. അപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരി ശരിക്കും പറഞ്ഞാൽ ഇത് കറി വേണ്ട കേട്ടോ, കറി ഇല്ലാണ്ട് തന്നെ നമുക്കിതാ
പൊട്ടിക്കണ്ട, നല്ല മൊരിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ പൊരിച്ച റൊട്ടി ഉണ്ടാക്കണത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ വുമൻസ് ഫുഡ് കോർട്ടിലെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളിന്ന് പങ്കുവെച്ചത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരത്തെ ഫുഡ് സംബന്ധമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഇന്ന് കഴിച്ച ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ആയിട്ടുള്ള നല്ല പുട്ടും കടലയും അതുപോലെ തന്നെ പൊരിച്ച പത്തിരി അടിപൊളിയായിരുന്നു. എല്ലാതും ഉഷാറായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ തൃശ്ശൂരത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും മറ്റുള്ള വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അത് കാണണം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.